ഇവിടെ ഞാൻ ഭാര്യനെ വിളിച്ചിട്ട് ഭാര്യയുടെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭാര്യനെ കൊണ്ടൊരു ചെറിയൊരു പെർഫോമൻസ് ഇവിടെ ചെയ്യിപ്പിക്കാൻ പോവാണ്. ഞാൻ ഓൾറെഡി ക്ലൂ ഇട്ടിട്ടുണ്ട്. നമ്മളെ പ്രോഗ്രാമൊക്കെ ഡിലേ ചെയ്ത കാരണം ഞാൻ പ്രൈമർ ഇട്ടിട്ടാണ് കയറിയത്. അപ്പം നമുക്ക് തുടങ്ങാം. നേടിയെടുക്കാനുള്ളവയാണ്, കാത്തിരിക്കേണ്ടതൊന്നല്ല. ഞാൻ ഐശ്വര്യ എസ് കെ. ഞാൻ ജനിച്ചത് കൊല്ലമാണ്, പഠിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയാണ്. ഇന്ന് ഈ വേദിയിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വളരെയേറെ സന്തുഷ്ടയാണ്. ഇതെൻ്റെ ആദ്യത്തെ വേദിയാണ്. ഇതെൻ്റെ ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം എനിക്ക് ഇന്നിവിടെ നിറവേറാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ ഏവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഖില. ഈ അനന്തപത്മനാഭന്റെ മണ്ണിലെ നെയ്യാറിൻ തീരത്തെ കീഴാറൂരാണ് എൻ്റെ സ്വദേശം. അച്ഛനും അമ്മയും അനുജത്തിയും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് എൻ്റേത്. ഞാൻ PRS ഓഫ് കോളേജ് നഴ്സിംഗിലെ 4ാം വർഷ നഴ്സിംഗ് ബിരുദ വിദ്യാർത്ഥിനിയാണ്. പഠനത്തോടൊപ്പം നൃത്തവും അഭിനയവുമാണ് എൻ്റെ ഇഷ്ടവിനോദങ്ങൾ. പേര് പോലെ തന്നെ സഹാനുഭൂതിയും കരുണയുള്ളവരും ആത്മാർത്ഥതയുള്ളവരുമായതിനാൽ നിർദ്ധരരെ സഹായിക്കുക, അവരുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നതിനാണ് എൻ്റെ ആഗ്രഹങ്ങൾ. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുക തന്നെ ചെയ്യും. എല്ലാവർക്കും ഹൃദയനിറഞ്ഞ ഓണാശംസ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഭവ്യ. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 2 കുട്ടികളുടെ അമ്മയാണ്. ഇല്ലാത്ത ചിലവുകൾ മുളപ്പിച്ച് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ. ഒരു സ്ത്രീ എന്ന നിലയിൽ ശക്തിയും ധൈര്യമുള്ളവളുമായി മാറിയിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. പണ്ടൊക്കെ ഏതൊരു കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് സ്വന്തമായി പല
ചെയ്യാൻ കെൽപ്പുള്ളവരായി മാറിയിരിക്കുന്നു. ഇന്നത്തെ സ്ത്രീകൾ വളരെ ധൈര്യമുള്ളവരും പലതും പലരോടും പലരുടെ മുന്നിലും അവതരിപ്പിക്കാൻ കെൽപ്പുള്ളവരുമാണെന്ന് നമ്മൾ ഇന്ന് ഈ എൻ്റെ പേര് ദേവി. ഞാൻ പഠിച്ചതിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അമ്മ, അച്ഛൻ, ചേട്ടൻ, ചേച്ചി, ഞാൻ. ചേട്ടൻ ചേച്ചിയും പുറത്താണ്. ഞാനൊരു LLB സ്റ്റുഡൻ്റാണ്. 4ാം വർഷമാണ് പഠിക്കുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നു. നല്ലത് ചിന്തിക്കുക, നന്മകൾ പ്രവർത്തിക്കുക, മറ്റുള്ളവർക്ക് നന്മ പകർന്നു കൊടുക്കുക. നമ്മളിലൂടെ തന്നെ മാറ്റമുണ്ടാകട്ടെ. നന്ദി. മനോഹരമായ ഈ സായനത്തിൽ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം ഡോക്ടറാണ്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന ഘടകം സ്വയം പര്യാപ്തത നേടുക ആണ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം വിവേകപരമായി ചിന്തിക്കുകയും മനുഷ്യത്വപരമായി പെരുമാറുകയും ചെയ്യുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് മീനാക്ഷി ചന്ദ്രൻ. ഞാനൊരു ഡോക്ടറാണ്. ഇവിടെ തിരുവനന്തപുരം മലങ്കീഴ് സ്വദേശിനിയാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെൻ്റെ പ്രൊഫഷനിലും ഉണ്ട്. ഞാനൊരു ഡോക്ടർ മാത്രമല്ല, ബിസിനസ്സിനോടുള്ള താല്പര്യം കാരണം ഇപ്പോൾ MBA പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് കുഞ്ചു സുനിലാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ നൂറിനാട് എന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരത്തുകാരിയാണ്. ഞാൻ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറാണ്. ഞാൻ മണിപ്പാൽ ഫുഡ് ടെസ്റ്റിൻ്റെ ലബോറട്ടറി വിങ്ങായ മണിപ്പാൽ ഫുഡ് ടെസ്റ്റിൽ ഓൾ കേരള സെയിൽസ് ഹെഡാണ്. ഞാൻ വായന, യോഗ, മെഡിറ്റേഷൻ എന്നിവയിൽ സന്തോഷം കണ്ടെത്തുന്നു. ഇന്നലെ വേൾഡ് പീസ് ഡേ ആയിരുന്നു. നമുക്ക് ലോക സമാധാനത്തിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കുകയും അതിനോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് നിത്യ OR. ഞാൻ ജനിച്ചതും വളർന്നതും തൃശ്ശൂർ ജില്ലയിലാണ്. കല്യാണശേഷം തിരുവനന്തപുരത്ത് പാമാങ്കോടാണ് താമസിക്കുന്നത്. എനിക്ക് 3 മക്കളാണുള്ളത്. മക്കളും ഭർത്താവും അമ്മയും അടങ്ങുന്ന സന്തോഷകരമായ കുടുംബമാണ് എൻ്റേത്. തിരുവല്ലം ക്രൈസ്റ്റ് നഗർ വിദ്യാലയത്തിൽ അധ്യാപികയായി ഞാൻ ജോലി ചെയ്യുകയാണ്. അതോടൊപ്പം മയൂക എന്ന നൃത്ത വിദ്യാലയവും സ്വന്തമായി നടത്തി വരുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രിയ RS എന്നാണ്. ഞാൻ വിളപ്പിശാലയിൽ വരുന്നു. എനിക്കൊരു മകളുണ്ട്. അച്ഛനും അമ്മയും ഞാനും മോളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. അമ്മയും അച്ഛനും ഒത്തുചേർന്ന് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടടുത്ത് ഞാൻ മാത്രമാണ് എൻ്റെ കുഞ്ഞിനെ വളർത്തുന്നത്. എന്തോ പറയാൻ, ഇത് സ്വപ്നമാണോ സത്യമാണോ എന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജിഷ. നമ്മുടെ സ്വന്തം തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിലെ പാറശാല എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. ഞാനൊരു BTech ഗ്രാജുവേറ്റ് ആണ്. കുറച്ചുനാൾ ബാംഗ്ലൂരിലൊരു സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കിയിട്ടു. ഇപ്പം ഞാനൊരു ഹൗസ് വൈഫാണ്. സ്വന്തമായിട്ടൊരു പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിൻ്റെ തയ്യാറെടുപ്പിലാണ് ഞാനിപ്പോൾ. ചിരിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ എന്നെ ചുറ്റിലുള്ള എല്ലാവരെയും ചിരിപ്പിക്കാനും എനിക്കിഷ്ടമാണ്. എൻ്റെ പേര് സുരഭി M. നായർ. K. മുരളീധരൻ നായരുടെയും ഉഷാദേവിയുടെയും മകളായി, സുരാഗിൻ്റെ ഏക സഹോദരിയായി, ഉണ്ണികൃഷ്ണൻ്റെ ഭാര്യയായി, മാധവിൻ്റെയും മിഥുൻ്റെയും അമ്മയായി ഞാൻ കുടുംബജീവിതം നടത്തുന്നു. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി തിരുവനന്തപുരത്ത് മൈലർ സ്കൂൾ ഓഫ് ഡാൻസേഴ്സ് എന്ന നൃത്ത വിദ്യാലയത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ നർത്തകിയായ ഞാൻ സംഗീതത്തിലും വീണയിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്. ഗണിതശാസ്ത്രത്തിലും ഭരതനാട്യത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ ഞാനിപ്പോൾ മോഹിനിയാട്ടത്തിലും ഉപരിപഠനം നടത്തി വരുന്നു. എനിക്കിന്നിവിടെ എത്തിക്കാൻ സാധിച്ചത് ഈശ്വരൻ്റെയും എൻ്റെ എല്ലാ ഗുരുക്കന്മാരുടെയും അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം എന്നെ പിന്തുണയ്ക്കുന്ന കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും അനുഗ്രഹം കൂടിയായി. എൻ്റെ കൂടെ മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി.
എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്? വെള്ളവസ്ത്രധാരികളായി എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ എന്തോ, കുടുംബം നോക്കുന്നുണ്ടോ എന്തോ, ഇവർക്ക് എപ്പോഴും ധ്യാനിക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക എന്നൊക്കെ ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ബ്രഹ്മകുമാരീസ് പഠിപ്പിക്കുന്ന അറിവ് അത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതം എന്താണ്,